Good morning all. ഇന്ന് നമ്മൾ മൂവ് ചെയ്യുന്നത് ഫോർത്ത് മൊഡ്യൂളിലോട്ടാണ്. ഓക്കെ, സോ ഈ ഫോർത്ത് മൊഡ്യൂൾ ഈസ് ഓൾ അബൌട്ട് ദ ഡിസൈൻ ഓഫ് കൺട്രോൾ ലോജിക്. ഓക്കെ, സോ ഇപ്പം നമ്മൾ ഇവിടം വരെ പഠിച്ചു വന്നിട്ടുണ്ട്. ലാസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൻ്റെ ഡിസൈനാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ പോകുന്നത് ഡിസൈൻ ഓഫ് കൺട്രോൾ യൂണിറ്റിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ കൺട്രോൾ ലോജിക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ്, അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് നടന്നിരിക്കുന്നതെന്നാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് എ കൺട്രോൾ യൂണിറ്റ് എന്നുള്ളത്. സോ കൺട്രോൾ യൂണിറ്റ് നമ്മൾ സ്പെസിഫിക്കലി പറയുവാണെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള അതിൻ്റെ നിയർ ബൈ ആയിട്ടുള്ള ബാക്കിയുള്ള യൂണിറ്റ്സ്, ഇൻപുട്ട് യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്, പിന്നെ അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്, ഇതിൻ്റെ എല്ലാം കൺട്രോളിങ് ആൻഡ് കോർഡിനേഷനാണ് ആരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്, നമ്മളുടെ കൺട്രോൾ യൂണിറ്റിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ ഇറ്റ് കൺട്രോൾസ് ഓൾ അതർ ഡിവൈസസ് സച്ച് ആസ് മെമ്മറി, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് കണക്റ്റഡ് ടു ദ CPU. ഓക്കെ, ദെൻ നമ്മുടെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനിലും മെയിൻ റോൾ ആർക്കുണ്ട്, നമ്മുടെ കൺട്രോൾ യൂണിറ്റിനുണ്ട്. സോ ഇറ്റ് ഫെച്ചസ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ മെമ്മറി ആൻഡ് ഡീകോഡ് ദി ഇൻസ്ട്രക്ഷൻസ്. സോ ഇൻസ്ട്രക്ഷൻ ഡീകോഡിങ് ഒരു കോർ പോർഷനാണ്. എന്താണ് ഇൻസ്ട്രക്ഷൻ മീൻ ചെയ്യുന്നതെന്ന് ആരാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ദിസ് കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, ദെൻ ഇൻ്റർപ്രറ്റ്സ് ദ ഇൻസ്ട്രക്ഷൻ ടു നോ വാട്ട് ടാസ്ക് ആർ ടു ബി പെർഫോംഡ് ആൻഡ് സെൻഡ് സ്യൂട്ടബിൾ കൺട്രോൾ സിഗ്നൽസ് ടു അതർ കമ്പണൻസ് ടു എക്സിക്യൂട്ട് ദ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ എക്സിക്യൂഷൻ ഇൻസ്ട്രക്ഷനിൽ ഇൻസ്ട്രക്ഷൻ ഡീകോഡിങ് മുതൽ, അതായത് നമ്മുടെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ്, IRൻ്റെ കണ്ടൻറ്റ് നമ്മൾ ആരിലേക്ക് കൊടുക്കും? കൺട്രോൾ യൂണിറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷനെ പിന്നെ ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? ഈ കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആ ഇൻസ്ട്രക്ഷനെ എന്ത് ചെയ്യും? ഡീകോഡ് ചെയ്യും. എന്നിട്ട് ആ ഇൻസ്ട്രക്ഷനെ എന്ത് ചെയ്യും? ഇൻ്റർപ്രിറ്റ് ചെയ്യും. വാട്ട് ഈസ് ദ ആക്ച്വൽ the operations to be performed to carry out the instruction എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനനുസരിച്ചിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള കൺട്രോൾ സിഗ്നൽസിനെ ജനറേറ്റ് ചെയ്യുന്നത് ആരാണ്? ദിസ് കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഏതൊരു ഓപ്പറേഷൻസിന് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൽ നമ്മൾ എന്താണ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. അപ്പോൾ ഏത് ഓർഡറിൽ എങ്ങനെയാണ് ഏത് ഓപ്പറേഷൻ വേണം അടുത്തായിട്ട് നടക്കേണ്ടത്, ആ ഒരു ഓർഡർ ഓഫ് എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഓർഡർ ഓഫ് ദ ഓപ്പറേഷൻസ് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ദിസ് കൺട്രോൾ യൂണിറ്റ് ആണ്. ദെൻ നമ്മളിപ്പോൾ പെരിഫറൽ യൂണിറ്റ്സ്, നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസോ നമ്മുടെ മെമ്മറിയോ നമ്മുടെ ഓപ്പറേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ ഡേറ്റ ഫ്ലോ എങ്ങനെ നടക്കണം, എപ്പോൾ നമ്മൾ മെമ്മറിയിൽ നിന്ന് ഒരു ഫെച്ച് ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എപ്പോൾ നമ്മൾ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് യൂണിറ്റിൽ നിന്നുള്ള ഇൻപുട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്കൊരു ഔട്ട്പുട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ആ ഒരു ഇൻസ്ട്രക്ഷൻ വൈൻഡപ്പ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് നമ്മളെപ്പോൾ സ്റ്റോർ ചെയ്യാൻ കൊടുക്കണം, ഈ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യും കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? ദിസ് കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ് സ്റ്റാറ്റസ് കൺട്രോൾ ആൻഡ് ടൈമിംഗ് സിഗ്നൽസ് ദാറ്റ് ദ മെമ്മറി ആൻഡ് IO ഡിവൈസസ് റിക്വയർ. ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കുറേ രജിസ്റ്റേഴ്സ് ഉണ്ടെന്നറിയാം. സ്റ്റാറ്റസ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു സാധാരണ ഒരു അഡിഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും? ക്യാരി വരാം. 1 ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ആൻസർ കിട്ടുക? 10 അല്ലേ? സോ ഇവിടുത്തെ ക്യാരി, അപ്പോൾ ഇതിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന എന്താണ്? ഒരു സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്താണ്, ഒരു ക്യാരി ഒരു രജിസ്റ്ററിനകത്താണ്. സോ അപ്പോൾ അത് ക്യാരി ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ക്യാരി മീൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ക്യാരി രജിസ്റ്റർ ഉണ്ട്. അതുപോലെ നമ്മുടെ അക്യുമുലേറ്ററിൻ്റെ കണ്ടന്റ് 0 ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മളൊരു ഇസഡ് ഫ്ലാഗിൻ്റെ കേസ് നമ്മൾ നോക്കിയെന്ന് പറഞ്ഞില്ലേ? സോ ഇസഡ് 0 ആണെന്നുണ്ടെങ്കിൽ എന്താണ്? അക്യുമുലേറ്റർ കണ്ടന്റ് മീൻസ് ക്ലിയർഡ് അല്ല. ഇസഡ് 1 ആണെന്നുണ്ടെങ്കിൽ അക്യുമുലേറ്ററിൻ്റെ കണ്ടന്റ് എന്താണ്? ക്ലിയർഡ് ആണ്. അങ്ങനെയൊക്കെ നമ്മൾ കുറേ സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തുള്ള സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സിനെ കൺട്രോൾ ചെയ്യുക. ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും എത്ര ക്ലോക്ക് സൈക്കിൾസ് വേണം, എത്ര ക്ലോക്ക് സൈക്കിൾസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഒരു കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഒരു മെമ്മറി ഓപ്പറേഷൻ എത്ര ടൈം അലക്കേറ്റ് ചെയ്യണം. സോ ഇതിൻ്റെ എല്ലാം കൺട്രോളിങ്, ടൈമിംഗ് ആൻഡ് കോർഡിനേഷൻസ് ഒക്കെ ആരാ ചെയ്യുന്നത്? കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആദ്യം നമ്മളൊരു ഫസ്റ്റ് ഒരു പ്രിഫേസ് ടു ദിസ് കൺട്രോൾ യൂണിറ്റ് നമ്മൾ ആദ്യം കൊടുക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഒരു നോർമൽ ഒരു കൺട്രോൾ ഡേറ്റ പ്രോസസ്സർ ഇൻട്രാക്ഷൻ എങ്ങനെയാണ്, കൺട്രോൾ ആൻഡ് ഡേറ്റ പ്രോസസ്സർ ഇൻട്രാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറയുവാണ്. ഓക്കെ, സോ അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ഹാവ് എ കൺട്രോൾ ലോജിക്. ഓക്കെ, സോ ദിസ് കൺട്രോൾ യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഒരു മൈക്രോ ഓപ്പറേഷൻസിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യും? മൈക്രോ ഓപ്പറേഷൻസിനെ ഇനീഷ്യേറ്റ് ചെയ്യും. ഓക്കെ, സോ ഈ ഇനീഷ്യേറ്റ് ചെയ്യുന്ന കൺട്രോൾ ഓപ്പറേഷൻസ് എവിടെയാണ് നടക്കുന്നത്? ഡേറ്റ പ്രോസസ്സറിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഫോർ ദാറ്റ് നമുക്ക് എന്ത് വേണം? ഇൻപുട്ട് ഡേറ്റ വേണം. ഈ പ്രോസസ്സിങ് കഴിയുമ്പോഴേക്കും വി വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് ഡേറ്റ. കുഴപ്പമില്ലല്ലോ. ഇനി ഈ ഓപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ട് ദെയർ മേ ബി സം സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ? അപ്പോൾ സ്റ്റാറ്റസ് കണ്ടീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വി ആർ മൂവിങ് ദിസ് ഡേറ്റ ഇൻ ടു ദിസ് കൺട്രോൾ ലോജിക്. അത് നമ്മൾ എങ്ങോട്ടേക്ക് കൊടുക്കും? കൺട്രോൾ ലോജിലേക്ക് കൊടുക്കും. ഇനി കൺട്രോൾ ലോജിക്കിൽ
എന്താണ്, ഏത് ഓപ്പറേഷൻസ് ആണ് അല്ലെങ്കിൽ ഏത് മൈക്രോ ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ഇറ്റ്സ് പ്യൂർലി ബേസ്ഡ് ഓൺ ദ എക്സ്റ്റേണൽ ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ ഇൻപുട്ട് കൺട്രോൾ ലോജിക്കിലേക്ക് വരും. ബേസ്ഡ് ഓൺ ദിസ് എക്സ്റ്റേണൽ ഇൻപുട്ട് ഇറ്റ് വിൽ ഇനീഷ്യേറ്റ് സം മൈക്രോ ഓപ്പറേഷൻസ്. അതിനനുസരിച്ചുള്ള കൺട്രോൾ സിഗ്നൽസ് കൊടുക്കും. ആർക്ക് കൊടുക്കും? പ്രോസസ്സിംഗ് യൂണിറ്റിലേക്ക്. സോ ഡേറ്റ പ്രോസസ്സർ ഉണ്ട്, ആ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഈ കൺട്രോൾ സിഗ്നൽ മാത്രം കൊടുത്തു. ഇപ്പോൾ നോക്കിക്കേ, ആഡ് എന്നുള്ളൊരു കൺട്രോൾ സിഗ്നൽ മാത്രം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഓപ്പറേഷൻ എക്സിക്യൂട്ട് ആകുമ്പോൾ ഇല്ല, എന്ത് വേണം നമുക്ക്? ആ ഒരു ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓപ്പറാൻസ് വേണം അല്ലേ? സോ ആ ഓപ്പറാൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഇൻപുട്ട് സെക്ഷൻ ആണ്. സോ ഇൻപുട്ട് ഡേറ്റ, വി വിൽ ഗെറ്റ് ദ ഇൻപുട്ട് ഡേറ്റ ആൻഡ് ബേസ്ഡ് ഓൺ ദിസ് ആൻഡ് ആസ് പെർ ദ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡഡ് ബൈ ദിസ് കൺട്രോൾ യൂണിറ്റ് ദ ഇൻസ്ട്രക്ഷൻ വിൽ ബി എക്സിക്യൂട്ടഡ് ആൻഡ് ദ ഔട്ട്പുട്ട് ഡേറ്റ വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് സാധാരണ ഒരു ഇൻപുട്ട് ടു ദ കൺട്രോൾ യൂണിറ്റ്, ഇനി നമുക്കൊരു കൺട്രോൾ യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ ഇൻപുട്സ് എന്ന് പറഞ്ഞു കണ്ടോ, എക്സ്റ്റേണൽ ഇൻപുട്സ് എന്ന് പറഞ്ഞില്ലേ? ആ ഇൻപുട്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നോർമലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപുട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാസ്റ്റർ ക്ലോക്ക് സിഗ്നൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കറിയാമല്ലോ, ഒരു ക്ലോക്ക് സൈക്കിളിൽ അതായത് ഒരു ഇൻസ്ട്രക്ഷൻ എത്ര സമയം അല്ലെങ്കിൽ എത്ര ഒരു മീൻസ് അലോട്ടഡ് പീരീഡിനുള്ളിൽ ആ ഒരു ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് മെയിൻലി നമുക്ക് എന്ത് പറയാം, ഒരു ക്ലോക്ക് പീരീഡ് എന്ന് പറയാം, ഒരു ക്ലോക്ക് സൈക്കിൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു നോർമലി ദിസ് സിഗ്നൽ കോസസ് മൈക്രോ ഓപ്പറേഷൻസ് ടു ബി പെർഫോംഡ്. അതായത് മൈക്രോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് ആണ് ഈ മാസ്റ്റർ ക്ലോക്ക് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സിംഗിൾ ക്ലോക്ക് സൈക്കിൾ ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷനോ അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ക്ലോക്ക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അവിടെ മേ ബി ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സിംഗിൾ മൈക്രോ ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ മൈക്രോ ഓപ്പറേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു സിംഗിൾ ക്ലോക്ക് സൈക്കിളിൽ ഒന്നെങ്കിൽ ഒരു സിംഗിൾ മൈക്രോ ഓപ്പറേഷൻ ആയിരിക്കാം പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സൈമൾട്ടേനിയസ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഓപ്പറേഷൻസ് ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കൊടുക്കുന്ന രണ്ടാമത്തെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? rather than this clock signal we are feeding the input register, we are providing the instruction register. Okay, as an input to this control unit we are providing the input from the instruction register. ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൻ്റെ ഡേറ്റ നമ്മുടെ കൺട്രോൾ യൂണിറ്റിലേക്ക് ചെന്നാൽ, കൺട്രോൾ ആൻഡ് ഡീകോഡർ യൂണിറ്റ് എന്നാണ് നമ്മൾ പഠിച്ചത് നേരത്തെ അല്ലേ? ആ കൺട്രോൾ യൂണിറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ ആ ഇൻസ്ട്രക്ഷൻ എന്താണ് മീൻ ചെയ്യുന്നതെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ. അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഡീകോഡ് ചെയ്തു, അതിനകത്തു നിന്നുള്ള മൈക്രോ ഓപ്പറേഷൻസിനെ അനലൈസ് ചെയ്യണം. ബേസ്ഡ് ഓൺ ദാറ്റ് നമുക്ക് കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യണം. അതെല്ലാം ആരുടെ ഡ്യൂട്ടിയാണ്? ഈ കൺട്രോൾ യൂണിറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. സോ വൺ ഓഫ് ദ ഇൻപുട്സ് ടു ദിസ് കൺട്രോൾ യൂണിറ്റ് ഇസ് വാട്ട് ഇസ് ദ ഇൻപുട്ട് ഫ്രം ദ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഓക്കെ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനുള്ള ഡേറ്റയാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? വൺ ഓഫ് ദ ഇൻപുട്സ് ടു ദിസ് കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, ഇനി അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തായിരിക്കും? കണ്ടീഷണൽ അല്ലെങ്കിൽ ഫ്ലാഗ്സ് ഉണ്ടായിരിക്കും, കണ്ടീഷണൽ കോഡ്സ് അല്ലെങ്കിൽ ഫ്ലാഗ്സ് ഉണ്ടായിരിക്കും. നേരത്തെ ക്യാരി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യാരി യൂസ് ചെയ്തിട്ട് വേണം അടുത്ത ഓപ്പറേഷനിലേക്ക് പോകുമ്പോഴേക്കും ആ ക്യാരി നമുക്ക് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ സീറോ ഫ്ലാഗ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അക്യുമുലേറ്ററിൻ്റെ കണ്ടന്റ് 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അക്യുമുലേറ്റർ കണ്ടന്റ് 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അക്യുമുലേറ്റർ ക്ലിയർഡ് ആണ്, നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു നെക്സ്റ്റ് മൈക്രോ ഓപ്പറേഷൻ നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ സ്റ്റാറ്റസ് ഫ്ലാഗ്സ് അല്ലേ, ആ സ്റ്റാറ്റസ് ഫ്ലാഗ്സിൻ്റെ കണ്ടന്റ് കൂടെ നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ അതും ഒരു ഇൻപുട്ടായിട്ട് കൊടുക്കുന്നുണ്ട് ഫോർ ജനറേറ്റിംഗ് ദ കൺട്രോൾ സിഗ്നൽസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു കൺട്രോൾ യൂണിറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ക്ലോക്ക് സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെന്താണ്? ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിച്ച് ആർ ഫെഡ് ഫ്രം ദ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. പിന്നെ നമ്മൾ സ്റ്റാറ്റസ് കോഡ്സ് അല്ലെങ്കിൽ കണ്ടീഷണൽ കോഡ്സ്, കണ്ടന്റ് ഓഫ് ദ കണ്ടീഷണൽ കോഡ് ഫ്ലാഗ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കൺട്രോൾ യൂണിറ്റിലേക്ക് നമ്മൾ ഇൻപുട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കൺട്രോൾ യൂണിറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി നമ്മളൊരു കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? കൺട്രോൾ യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കൺട്രോൾ സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ വേണ്ടിയിട്ടാണ്? നമ്മുടെ സി പി യുവിൽ ഉള്ള ഓപ്പറേഷൻസിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ സി പി യുവിനകത്ത് നടക്കാനുള്ള മൈക്രോ ഓപ്പറേഷൻസിൻ്റെ സീക്വൻസിങ്ങിന് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിനകത്ത് ഒരുപാട് മൈക്രോ ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും. ആ ഓരോ ഓപ്പറേഷൻസിനും വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്യും? കൺട്രോൾ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ എക്സ്റ്റേണൽ നമ്മുടെ ബസ്സസ് ഒക്കെ കൺട്രോൾ ചെയ്യത്തില്ലേ? അഡ്രസ് ബസ്, ഡേറ്റ ബസ്, ഈ ഡേറ്റ അഡ്രസ് ബസ്സിലോട്ട് പോട്ടെ, ഇത് ഡേറ്റ ബസ്സിലോട്ട് പോട്ടെ, ഇവിടുന്ന് ഡേറ്റ എടുക്കട്ടെ, ഈ ബസ്സിലോട്ട് നമ്മൾ ഡേറ്റ കൊടുക്കട്ടെ, അങ്ങനെയൊക്കെയുള്ള ഓപ്പറേഷൻസ് ഇല്ലേ? അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കൺട്രോൾ സിഗ്നൽസും പ്രൊവൈഡ് ചെയ്യുന്നത് ആരെയാണ്? ഈ കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് സിഗ്നൽസ് ഉണ്ട്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്തു നിന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ദെൻ കണ്ടീഷണൽ കോഡ് ഫ്ലാഗ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻപുട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ആർക്ക്? കൺട്രോൾ യൂണിറ്റിന് ഇൻപുട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി കൺട്രോൾ യൂണിറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? കൺട്രോൾ സിഗ്നൽസ് ആയിരിക്കും. അത് നമ്മുടെ സി പി യുവിനകത്തുള്ള സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കാം. പിന്നെ നമ്മുടെ എക്സ്റ്റേണൽ ബസ്സസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് ആയിരിക്കാം. ഓക്കെ, ഇതാണ് മെയിൻലി ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്.
ഇനി ഒരു കൺട്രോൾ യൂണിറ്റിനെ നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ഹാവിങ് 4 മെത്തേഡ്സ് മെയിൻലി. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് മെത്തേഡ്, അതായത് കൺട്രോൾ സ്റ്റേറ്റിനെ, അതായത് കൺട്രോൾ യൂണിറ്റിൻ്റെ സിഗ്നൽ ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയത്തില്ലേ, അപ്പോൾ ഓരോ സ്റ്റേറ്റിനും നമുക്ക് എന്തുണ്ട്, ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു സീക്വൻസ് രജിസ്റ്ററും അതിനെ ഡീകോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡീകോഡർ യൂണിറ്റും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൺട്രോൾ യൂണിറ്റിനെ നമുക്ക് ഡിസൈൻ ചെയ്യാം. പിന്നെ നമുക്കൊരു PLA മീൻസ് വാട്ട്, പ്രോഗ്രാമബിൾ ലോജിക് അറേ അല്ലേ. PLA എന്ന് വെച്ചാൽ എന്താണ്, പ്രോഗ്രാമബിൾ ലോജിക് അറേ. ഈ പ്രോഗ്രാമബിൾ ലോജിക് അറേ വെച്ചിട്ടും നമുക്ക് എന്തിനെ ഡിസൈൻ ചെയ്യാം, ഒരു കൺട്രോൾ യൂണിറ്റിനെ ഡിസൈൻ ചെയ്യാം. പിന്നെ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ വഴിയും നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം ബേസ്ഡ് നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ യൂണിറ്റിനെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ മൈക്രോ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇവിടുത്തെ നമ്മൾ മൈക്രോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഒരു പ്രോഗ്രാം ബേസിസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കൺട്രോൾ യൂണിറ്റിനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് കോൾഡ് ആസ്, അല്ല നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് കോൾഡ് ആസ് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ. ഓക്കെ, ഇത് എളുപ്പമാണ്. 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ നമുക്ക് എത്ര സ്റ്റേറ്റ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് എന്ത് കാണും, ഫ്ലിപ്പ് ഫ്ലോപ്സ് കാണും. ഇത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെന്ന് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിലും നമുക്ക് എന്താണ്, ഈ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിലും നമുക്ക് only one ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈ സെറ്റ് അറ്റ് എ പർട്ടിക്കുലർ ടൈം ആൻഡ് ഓൾ അതേഴ്സ് ആർ ക്ലിയർഡ്. ഇവിടെ നമുക്ക് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു സമയത്ത് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരിക്കും സെറ്റ് ആവുക, ബാക്കിയെല്ലാം എന്തായിരിക്കും, ക്ലിയർഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ T0 സെറ്റ് ആവുകയാണെങ്കിൽ, അതായത് T0 ഔട്ട് ചെയ്യുന്നത് ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആവുകയാണെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും എന്തായിരിക്കും, ക്ലിയർഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിക്കേ, ഇവിടുത്തെ എല്ലാ ഡേറ്റാസും എന്താണ്, ഇതിങ്ങനെ കണക്റ്റഡ് ആണ്. എ സിംഗിൾ ബിറ്റ് ഈസ് മേഡ് ടു പ്രൊപ്പഗേറ്റ് ഫ്രം 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് ടു ദ അതർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഡിസിഷൻ ലോജിക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് ആവണം, ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ക്ലിയർ ആവേണ്ടത് എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ആരാണ്, നമ്മുടെ ഡിസിഷൻ ലോജിക്കാണ്. ആരാണ് ഡിസിഷൻ ലോജിക്ക്. ഈ ഡിസിഷൻ ലോജിക്ക് ഡിസൈഡ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണ്, നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഇൻപുട്സിൻ്റെ ബേസിസിൽ. ഓക്കെ, എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻസിൻ്റെ ബേസിസിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻ അനുസരിച്ചിട്ട് ഡിസിഷൻസ് ഉണ്ടാവും. ഓക്കെ, ആ ഡിസിഷൻസിനനുസരിച്ചിട്ട് either one of the ഫ്ലിപ്പ് ഫ്ലോപ്സ് വിൽ ബി സെറ്റ് ആൻഡ് അതേഴ്സ് വിൽ ബി ക്ലിയർഡ്. അത്രയേ ഉള്ളൂ ഏതെന്ന് പറയുന്നത് 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് മെത്തേഡ്. ഇവിടുത്തെ ഓരോ ബിറ്റും എന്താണ്, പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഈച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പ് റെപ്രസെൻറ്റ്സ് എ സ്റ്റേറ്റ് ആൻഡ് ഇസ് ആക്ടിവേറ്റഡ് ഓൺലി വെൻ ദ കൺട്രോൾ ബിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഇറ്റ്. അപ്പോൾ ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കാണ് കൺട്രോൾ ബിറ്റ് ട്രാൻസ്ഫർ ആയിരിക്കുന്നതെങ്കിൽ ആ കറസ്പോണ്ടിങ് ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രം സെറ്റ് ആവും, ബാക്കിയുള്ളവരെല്ലാം ക്ലിയർ ആവും. ഓക്കെ, അത്രയേ ഉള്ളൂ. അത് നമ്മൾ ഈ ഓരോ ബിറ്റും പ്രൊപ്പഗേറ്റഡ് ആണ് മ്യൂച്വലി പ്രൊപ്പഗേറ്റഡ് ആണെന്നുള്ള കാര്യം മാത്രം നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ മെയിൻ ചെയ്യണം. ഇത് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എത്ര സ്റ്റേറ്റ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ എത്ര കൺട്രോൾ സ്റ്റേറ്റ്സ് ഉണ്ടെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ അത്രയും നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് അങ്ങ് എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഇൻപുട്ടിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പും ആക്ടിവേറ്റ് ആവും. ഓക്കെ, ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കിപ്പോൾ ഒരുപാട് സ്റ്റേറ്റ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് കൺട്രോൾ സ്റ്റേറ്റ് ഇൻഫർമേഷൻസ് പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് നമ്മൾ യൂസ് ചെയ്യണം. സോ ഫ്ലിപ്പ് ഫ്ലോപ്പ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കോസ്റ്റും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, അതർ കൺട്രോൾ ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഔട്ട്പുട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ T0, T1, T2, T3. അപ്പോൾ ഇവരല്ലാണ്ട് എന്താണ്, ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട്, അതായത് ഇത് കൂടാണ്ട് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് സെറ്റ് ആവേണ്ടതെങ്കിൽ നമ്മൾ അത് ഡിസൈഡ് ചെയ്യുന്നത്, നമ്മുടെ ഡിസിഷൻ ലോജിക്ക് ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, അതർ കൺട്രോൾ ഔട്ട്പുട്ട് ആയിരിക്കും ആക്ടിവേറ്റ് ആവുന്നത്. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള 4 ഔട്ട്പുട്ട്സും, അതായത് ഫോർ എ 4 സ്റ്റേറ്റ് കൺട്രോൾ ലോജിക്കിനാണെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടായിരിക്കും. പിന്നെ എന്ത് ചെയ്യണം, നമുക്ക് ഇതല്ലാണ്ട് rather than these 4 ഔട്ട്പുട്ട്സ് നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കോണ്ടെക്സ്റ്റുകൾ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, അതർ കൺട്രോൾ ഔട്ട്പുട്ട് എന്നുള്ള ഒരു ഔട്ട് സിഗ്നൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കേസിൽ കൺട്രോൾ പൾസ് വേണമെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു കൺട്രോൾ പൾസ് കൊടുക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ആക്ടിവേറ്റ് ആവേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഡിസിഷൻ എന്തിൻ്റെയൊക്കെ ബേസിസിലാണ് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ആക്ടിവേറ്റ് ആവേണ്ടത് എന്നുള്ളത് എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത്, ഡിസിഷൻ ലോജിക്കാണത് പറയുന്നത്. അതനുസരിച്ച് കൺട്രോൾ പൾസസ് ജനറേറ്റ് ചെയ്യും. എന്നിട്ട് എക്സ്റ്റേണൽ ഇൻപുട്സ് ആണ് ഡിസിഷൻ ലോജിക്കിനെ കൊണ്ട് ഡിസിഷൻസ് മേക്ക് ചെയ്യിക്കുന്നത് ആണല്ലോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, at any given time interval between 2 clock pulses only one flip flop is equal to 1. അതായത് ബാക്കിയെല്ലാം ഒരെണ്ണം മാത്രമേ ആക്ടിവേറ്റ് ആകത്തുള്ളൂ, ബാക്കിയെല്ലാം 0 ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെർട്ടൺ ഇൻപുട്ട് കണ്ടീഷൻസിൻ്റെ ബേസിസിലാണ് ഈ ഒരു ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പും. T0 to നമ്മുടെ കേസിലാണെങ്കിൽ T0 to T3 വരെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഔട്ട്പുട്ട്സ് ഉണ്ട്. അതിൽ ഏത് സെറ്റ് ആവണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ
നമ്മുടെ ഓരോ സെറ്റാവുന്ന ബിറ്റ്സും നമ്മുടെ ഇൻപുട്ട് പ്രൊപ്പഗേഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതും അതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് സ്റ്റേറ്റ് ഈസ് മാനിഫെസ്റ്റഡ് വെൻ ദ പ്രീവിയസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ക്ലിയർഡ്. അപ്പോൾ എപ്പോഴും ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്ലിയർ ആയിരിക്കുമ്പോൾ മാത്രമേ പുതിയൊരെണ്ണം സെറ്റ് ആവത്തുള്ളൂ. ആൻഡ് ന്യൂ വൺ ഈസ് സെറ്റ്. ഈച്ച് ഓഫ് ദ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഈസ് കണക്റ്റഡ് ടു ദ ഡേറ്റ പ്രോസസ്സിംഗ് സെക്ഷൻ ഓഫ് ദ ഡിജിറ്റൽ സിസ്റ്റം ടു ഇനിഷ്യേറ്റ് സർട്ടൺ മൈക്രോ ഓപ്പറേഷൻ. അപ്പോൾ ഈ നമ്മൾ കൊടുത്തേക്കുന്ന ഓരോ ഔട്ട്പുട്ട്സും ഇല്ലേ, ഇതെല്ലാം എന്താണ്, ഓരോ കണക്ഷൻ ലൈൻസ് ആണ്, കൺട്രോൾ സിഗ്നൽസ് ആണ് ഇവിടുന്ന് വരുന്നത്. അപ്പോൾ ആ ബേസ്ഡ് ഓൺ ദ കൺട്രോൾ സിഗ്നൽസ് ഒരു പർട്ടിക്കുലർ മൈക്രോ ഓപ്പറേഷൻ അവിടെ ബിഹൈൻഡിൽ നടക്കുന്നുണ്ടാവും. ഓക്കെ, ദ കൺട്രോൾ ഔട്ട്പുട്ട്സ് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ ടീസ് ആൻഡ് ദ എക്സ്റ്റേണൽ ഇൻപുട്ട്സ്. ഓക്കെ, അപ്പോൾ ദീസ് ഔട്ട്പുട്ട്സ്, അതായത് നമ്മൾ നടക്കുന്ന ഓരോ ഔട്ട്പുട്ടും എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിത് ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ടി വാല്യൂസ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ഔട്ട്പുട്ടാണ് കൺട്രോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അല്ലേ, അത് കൺട്രോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ കൺട്രോൾ ഔട്ട്പുട്ട്സ് ആർ എ ഫംഗ്ഷൻ ഓഫ് ദ ടീസ് ആൻഡ് ദ എക്സ്റ്റേണൽ ഇൻപുട്ട്സ്. ദീസ് ഔട്ട്പുട്ട്സ് മേ ആൾസോ ഇനിഷ്യേറ്റ് മൈക്രോ ഓപ്പറേഷൻസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഇതെന്ന് പറയുന്നത് സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സംഭവങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലിപ്പ് ഫ്ലോപ്പിന് പകരമായിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു എക്സ്റ്റേണൽ ഇൻപുട്ട് ഉണ്ട്, ഡിസിഷൻ ലോജിക് ഉണ്ട്. ഇവിടെ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തു. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന് പകരമായിട്ട് നമ്മൾ ആരെയാണ് യൂസ് ചെയ്യുന്നത്, നമ്മളൊരു സീക്വൻസ് രജിസ്റ്ററിനെ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കതിനെ അത് വിളിക്കുന്ന പേരാണ് സീക്വൻസ് രജിസ്റ്റർ ആണ് ഡീകോഡർ മെത്തേഡ്. ഒരു സീക്വൻസ് രജിസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ഡീകോഡർ വേണം. ബേസ്ഡ് ഓൺ ദ ഡീകോഡർ നമ്മൾ ഈ ഇൻഫർമേഷൻസ് ഡീകോഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പം നേരത്തെ പോലെ തന്നെ ഈ 3 യൂണിറ്റ്സും നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന യൂണിറ്റിലുണ്ടായിരുന്നതായിരുന്നു. എക്സ്ട്രാ വന്നിരിക്കുന്നത് സീക്വൻസ് രജിസ്റ്ററും ഒരു ഡീകോഡറും ഉണ്ട്. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഒരു 4-bit സീക്വൻസ് രജിസ്റ്ററാണ് ഉള്ളതെങ്കിൽ നമുക്ക് എത്ര കിട്ടും, അതായത് T0 വരും, T1 വരും, T3 വരും, T4 വരും. ഇതൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കിതൊരു 4-bit ആണെങ്കിൽ നമുക്കിതിൻ്റെ T0, T1, T2, T3 ഇതിനെല്ലാം നമ്മൾ സീറോസ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ, അതായത് ബിറ്റ്സ് വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ എത്ര കോമ്പിനേഷൻസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും, എത്ര ഔട്ട്പുട്ട്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. 4 ബിറ്റ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് 2⁴ നമുക്ക് എത്ര ഔട്ട്പുട്ട് കിട്ടും, 16 ഔട്ട്പുട്ട്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതിൻ്റെ പല പല കോമ്പിനേഷൻസ് വാല്യൂസ് സെറ്റ് ചെയ്തുകൊണ്ട്, അല്ലേ. ഇനി ഇവിടെയും നമ്മൾ ഓരോ ടീസും എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഓരോ പ്രസൻറ്റ് സ്റ്റേറ്റും പ്രസൻറ്റ് സ്റ്റേറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റിനെ ഡിസൈഡ് ചെയ്യുന്നത്. സോ പ്രസൻറ്റ് സ്റ്റേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻപുട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡിസിഷൻ ലോജിക്കാണ് എന്ത് ചെയ്യുന്നത്, ഏത് ബിറ്റ് സെറ്റ് ആവണം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത്. ആ ഡിസിഷൻ എടുക്കുന്ന എന്തിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും, ബേസ്ഡ് ഓൺ ദ ഇൻപുട്ട് കണ്ടീഷൻസ് ആൻഡ് ദ പ്രസൻറ്റ് സ്റ്റേറ്റ്. ഓക്കെ, സോ പ്രസൻറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് എന്താണ്, ഏത് T0 ആണോ ഏത് ടീസ് ആണോ ആക്ടിവേറ്റ് ആയിരിക്കുന്നത് അതായിരിക്കും പ്രസൻറ്റ് സ്റ്റേറ്റ്. ഇപ്പോൾ T2 ആണ് ആക്ടിവേറ്റ് ആയിരിക്കുന്നതെങ്കിൽ പ്രസൻറ്റ് സ്റ്റേറ്റിൽ വരുന്ന എന്തായിരിക്കും, T2ൻ്റെ ഇൻഫർമേഷൻ ആയിരിക്കും. ആ T2 ഇൻഫർമേഷനും പിന്നെ നമ്മുടെ എക്സ്റ്റേണൽ ഇൻപുട്ടിൻ്റെയും ബേസിസിലാണ് സീക്വൻസ് രജിസ്റ്റർ ഏത് ബിറ്റ് സെറ്റ് ആവണം എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുന്നത്. അതനുസരിച്ച് ഈ വാല്യൂസ് നമ്മളവിടെ സെറ്റായി കൊടുക്കും. ഓക്കെ, ദിസ് മെത്തേഡ് യൂസസ് എ രജിസ്റ്റർ ടു സീക്വൻസ് ദ കൺട്രോൾ സ്റ്റേറ്റ്സ് ആൻഡ് ദ രജിസ്റ്റർ ഈസ് ഡീകോഡഡ് ടു പ്രൊവൈഡ് 1 ഔട്ട്പുട്ട് ഫോർ ഈച്ച് സ്റ്റേറ്റ്. അപ്പോൾ ഒരു സീക്വൻസ് രജിസ്റ്റർ ഉണ്ട്, ഒരു ഡീകോഡർ ഉണ്ട്. ഓക്കെ, ഫോർ n ഫ്ലിപ്പ് ഫ്ലോപ്സ് ഇൻ ദ സീക്വൻസ് രജിസ്റ്റർ ദ സർക്യൂട്ട് വിൽ ഹാവ് 2⁴n സ്റ്റേറ്റ് ആൻഡ് ദ ഡീകോഡർ വിൽ ഹാവ് 2⁴n ഔട്ട്പുട്ട്സ്. അപ്പോൾ ഒരു നമുക്കൊരു 4-bit സീക്വൻസ് രജിസ്റ്ററാണ് ഉള്ളതെങ്കിൽ നമുക്ക് എന്താണ്, ആ 4 ബിറ്റ്സിന് നമുക്ക് എത്ര കോമ്പിനേഷൻസ് ജനറേറ്റ് ചെയ്യാം, 2⁻16 കോമ്പിനേഷൻസ് വരാം. അപ്പോൾ നമുക്ക് എത്ര ഡീകോഡ്സ് വരാം, എത്ര ഔട്ട്പുട്ട്സ് വരാം, ഈ ഒരു 16 2⁻n ആയിട്ടുള്ള 16 ഔട്ട്പുട്ട്സ് തന്നെ നമുക്കിവിടെയും എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഫോർ എൻ എക്സാമ്പിൾ 4-bit രജിസ്റ്റർ 16 സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 4/16 ഡീകോഡർ ആണെന്നുണ്ടെങ്കിൽ എത്ര ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും, അതായത് 4 ഇൻപുട്ട്സിനെ ഹാൻഡിൽ ചെയ്യുന്ന 16 ഔട്ട്പുട്ട്സിനെ ജനറേറ്റ് ചെയ്യുന്ന ഡീകോഡർ ആണുള്ളത്. സോ വി വിൽ ബി ഗെറ്റിംഗ് 16 ഔട്ട്പുട്ട്സ്. ഓക്കെ, അപ്പോൾ ഓരോ ഔട്ട്പുട്ട്സും എന്തായിരിക്കും, ഓരോ സ്റ്റേറ്റിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, പ്രസൻറ്റ് സ്റ്റേറ്റിൻ്റെയും എക്സ്റ്റേണൽ ഇൻപുട്ടിൻ്റെയും കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ഡിസൈഡ് ചെയ്യുന്നത് എന്തായിരിക്കണം അടുത്ത നെക്സ്റ്റ് സ്റ്റേറ്റ് എന്നുള്ളത് അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതർ ഇൻപുട്ട്സ് ഇല്ലേ, അതർ ഔട്ട്പുട്ട്സ് നമ്മൾ നോക്ക്. ഈ ഒരു ഫിഗറിനകത്ത് ആദ്യത്തെ ഫസ്റ്റ് കേസിലും ഇവിടെ എന്തുണ്ട്, അതർ ഔട്ട്പുട്ട്സ് ഉണ്ട്. അവിടെയും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന എന്താണ്, അതർ ഇൻപുട്ട്സ് വിച്ച് ആർ എ ഫംഗ്ഷൻ ഓഫ് പ്രസൻറ്റ് സ്റ്റേറ്റ് ആൻഡ് ദ എക്സ്റ്റേണൽ ഇൻപുട്ട്സ് മേ ഇനിഷ്യേറ്റ് ദ മൈക്രോ ഓപ്പറേഷൻസ്. ഓക്കെ, അതും എന്ത് ചെയ്യാം, ഈ ഓരോ ഔട്ട്പുട്ട്സും അതായത് T0, T1, T2, T3യുടെ കോമ്പിനേഷൻസും അതുപോലെ തന്നെ നമ്മുടെ അതർ കൺട്രോൾ ഔട്ട്പുട്ട്സും എന്താണ്, ഇതിനെല്ലാം കണക്ട് ചെയ്തേക്കുന്ന എന്താണ്, ഒരു എക്സിക്യൂഷൻ യൂണിറ്റിലേക്കായിരിക്കും. അപ്പോൾ ഈ ജനറേറ്റ് ചെയ്യുന്ന കൺട്രോൾ യൂണിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസിനനുസരിച്ചിട്ട് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കൺട്രോൾ ഓപ്പറേഷൻ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ എക്സിക്യൂട്ട് ആവുന്നുണ്ടാവും. ഓക്കെ, അടുത്തതാണ് PLA കൺട്രോൾ. PLA എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഗ്രാമബിൾ ലോജിക് അറേ എന്ന് പറഞ്ഞു. ആ ലോജിക് അറേക്കകത്ത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ PLA പഠിച്ചിട്ടുണ്ടാവും. എന്തായിരുന്നു ഡിസൈൻ,
അല്ല ലോജിക് സിസ്റ്റം ഡിസൈനിൽ. അപ്പോൾ അതിൽ കുറേ ആൻഡ് ഗേറ്റ്സും ഉണ്ടായിരിക്കും, ഓർ ഗേറ്റ്സും ഉണ്ടായിരിക്കും അല്ലേ. അപ്പം കുറേ ആൻഡ് ഗേറ്റ്സിൻ്റെയും ഓർ ഗേറ്റ്സിൻ്റെയും മീൻസ് പ്ലെയിൻസിനെയാണ് നമ്മൾ നോർമലി എന്തെന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമബിൾ ലോജിക് അറേ എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ PLA എടുത്ത് ഇവിടെ യൂസ് ചെയ്യും. PLA നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സർക്യൂട്ടിൻ്റെ ഡിസൈൻ കുറച്ചും കൂടെ സിമ്പിൾ ആക്കാനായിട്ട് ആര് ഹെൽപ്പ് ചെയ്യും, PLAs സെറ്റ് ചെയ്യും, മീൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ by using the PLA for combinational circuit, it is possible to reduce the number of ICs and the number of interconnection wires. അപ്പോൾ നമുക്ക് നമ്മുടെ സർക്യൂട്ടിൻ്റെ ഡിസൈൻ സിമ്പിൾ ആക്കാം. എങ്ങനെ സിമ്പിൾ ആക്കാം? നമ്മൾ യൂസ് ചെയ്യുന്ന ICയുടെ കൗണ്ട് കുറയ്ക്കാം. ICയുടെ കൗണ്ട് കുറയുമ്പോഴേക്കും നമുക്ക് ഇൻ്റർ കണക്ഷൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്തിരിക്കുന്നത്, പ്രോഗ്രാമബിൾ ആയിട്ടുള്ള ഒരു ലോജിക്കൽ അറയെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും നേരത്തെ ഫിഗർ അറിയാവുന്ന ഒരാൾക്ക് ഈ ഒരു ഫിഗർ പഠിക്കാനായിട്ട് ഒരു കുഴപ്പമില്ല. ഈ ഡിസിഷൻ ലോജിക്കിന് ശേഷം നമ്മൾ ഈ ഒരു സീക്വൻസ് രജിസ്റ്ററിനെയും ഡീകോഡറിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് വി ആർ യൂസിങ് ആരെയാണ് ഒരു PLA യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ PLAയിൽ എന്ത് വരുന്നുണ്ട്, PLAയിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ആരാണ്, എക്സ്റ്റേണൽ ഇൻപുട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ ബേസ്ഡ് ഓൺ ദ എക്സ്റ്റേണൽ ഇൻപുട്ട് PLAയിൽ എന്ത് ചെയ്യും, മൈക്രോ ഓപ്പറേഷൻസിനെ ഇനീഷ്യേറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു സീക്വൻസ് രജിസ്റ്റർ ഉണ്ട്. ആ സീക്വൻസ് രജിസ്റ്റർ ഓക്കെ സോറി, ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് നമ്മളൊരു ഡിസിഷൻ ലോജിക് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഡീകോഡർ യൂണിറ്റിനെ മാറ്റിയിട്ട് നമ്മൾ ആരെയാണ് യൂസ് ചെയ്യുന്നത്, PLA ആണ് വരുന്നത്. ഓക്കെ, രജിസ്റ്റർ അല്ല, സീക്വൻസ് രജിസ്റ്റർ അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഈ സീക്വൻസ് രജിസ്റ്റർ എന്ത് ചെയ്യും, നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യും. ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഡിസിഷൻസ് മേക്കിങ്ങിനകത്ത് ആര് ഇൻവോൾവ് ആണ്, ഈ ഒരു സീക്വൻസ് രജിസ്റ്റർ ഇൻവോൾവ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മൈക്രോ പ്രോഗ്രാം കൺട്രോളാണ്. മൈക്രോ പ്രോഗ്രാം കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു പ്രോഗ്രാമിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത്. ആ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ പ്രോഗ്രാംസിനകത്ത് എന്തുണ്ടായിരിക്കും, നമ്മളുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടുള്ള പ്രോഗ്രാംസ് ആയിരിക്കും നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഓക്കെ, മൈക്രോ പ്രോഗ്രാം കൺട്രോളിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഓരോ കൺട്രോൾ വേരിയബിൾസിനെ ഒരു ഗിവൺ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ അതിനെ സീറോസ് ആൻഡ് വൺസിൻ്റെ കോമ്പിനേഷനായിട്ട് എഴുതുമല്ലോ. അപ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് കൺട്രോൾ വേർഡ്. ഓക്കെ, സോ ഇൻ ദിസ് കൺട്രോൾ വേരിയബിൾസ് അറ്റ് എ ഗിവൺ ടൈം ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ സ്ട്രിങ് ഓഫ് വൺസ് ആൻഡ് സീറോസ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് കൺട്രോൾ വേർഡ്. ഓക്കെ, നമ്മുടെ ഈ കൺട്രോൾ വേർഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാമബിൾ ആയിട്ടുള്ള നമ്മുടെ ഇൻസ്ട്രക്ഷൻസ്, അതായത് ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ പ്രോഗ്രാമബിൾ ആക്കുക. ഓക്കെ, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി അടുത്തത് ഈ കൺട്രോൾ വേർഡുകൾ നമ്മളൊരു മെമ്മറി യൂണിറ്റിൽ അല്ലെങ്കിൽ ഒരു മെമ്മറി സിസ്റ്റത്തിൽ നമ്മൾ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ ഓക്കെ, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് എന്ന് വിളിക്കും. എങ്ങനെ വിളിക്കും, നമ്മൾ നോക്കിക്കേ, ഇത് മൈക്രോ പ്രോഗ്രാം കൺട്രോളാണ്. അപ്പം മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാണ്, കൺട്രോൾ പ്രോഗ്രാംസ് ആണ്. എന്താണ് അവിടെ യൂസ് ചെയ്യുന്നത്, കൺട്രോൾ പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ഈ കൺട്രോൾ വേർഡിനകത്ത്, അതായത് കൺട്രോൾ വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ ഇൻസ്ട്രക്ഷനും അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഒരു കൺട്രോൾ വേർഡ് ഉണ്ടെങ്കിൽ ആ ഒരു കൺട്രോൾ വേർഡ് ആയിരിക്കും എന്തിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കൺട്രോൾ ഇൻസ്ട്രക്ഷനെ ജനറേറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ കൺട്രോൾ വേർഡുകളെല്ലാം ഒരു കളക്ഷനാണെന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. അത് മെമ്മറിയിൽ നമ്മളൊരു മെമ്മറി സിസ്റ്റം ആക്കുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കൺട്രോൾ യൂണിറ്റ്. അതിപ്പോൾ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഈച്ച് കൺട്രോൾ വേർഡ് ഓഫ് ദ മെമ്മറി ഈസ് കോൾഡ് എ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ശരിക്കും ഓരോ കൺട്രോൾ വേർഡിനകത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻസ്ട്രക്ഷനെ ഇനിഷ്യേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതാണ് ഓരോ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഉണ്ട്. അപ്പോൾ എന്നിട്ട് ഈ സീക്വൻസ് ഓഫ് സച്ച് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ഈസ് കോൾഡ് ആസ് ഒരു മൈക്രോ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഈ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൈക്രോ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈക്രോ പ്രോഗ്രാം ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ദ യൂസ് ഓഫ് മൈക്രോ പ്രോഗ്രാം ഇൻവോൾവ്സ് പ്ലേസിങ് ഓൾ കൺട്രോൾ വേരിയബിൾസ് ഇൻ വേർഡ്സ് ഓഫ് റാം. ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഗ്രാംസ് എല്ലാം, ഈ മൈക്രോ പ്രോഗ്രാംസ് എല്ലാം എന്ന് പറയുന്നത് ഓൾറെഡി സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമ്മളെടുത്ത് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവരെ എവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്, പ്രൈമറിയിൽ സ്റ്റോർ ചെയ്യുമോ അതോ ടെമ്പററി സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്യുമോ പെർമനൻറ്റ് സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്യുമോ? ഈ പ്രോഗ്രാംസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യണം, പെർമനൻ്റ് ആയിട്ടാണ് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, റോമിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ദ യൂസ് ഓഫ് മൈക്രോ പ്രോഗ്രാം ഇൻവോൾവ്സ് പ്ലേസിങ് ഓൾ കൺട്രോൾ വേരിയബിൾസ് ഇൻ ബോർഡ് ഓഫ് ദ ROM. ഓക്കെ, ഫോർ യൂസ് ബൈ ദ കൺട്രോൾ യൂണിറ്റ് ത്രൂ സക്സസീവ് റീഡ് ഓപ്പറേഷൻസ്. അപ്പം ഓരോ ഓപ്പറേഷൻസിലും നമ്മൾ എന്ത് ചെയ്യണം, ഈ റോമിൽ ഉള്ള കണ്ടൻറ്റിനെ നമ്മൾ ആക്സസ് ചെയ്തിട്ട് എടുക്കണം. ഈ റോമിലുള്ള കണ്ടൻറ്റ് എന്താണ്, നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്നത് എന്താണ്, മൈക്രോ പ്രോഗ്രാംസ് ആണ്. ഈ മൈക്രോ പ്രോഗ്രാമിനകത്ത് എന്താ ഉള്ളത്, കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് ആണുള്ളത്. ഓക്കെ, ഇനി ഈ മൈക്രോ പ്രോഗ്രാമത്തുള്ള കൺട്രോൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനകത്ത് കൺട്രോൾ വേർഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ,
ദ കണ്ടന്റ് ഓഫ് ദ വേർഡ് ഇൻ ദ റോം അറ്റ് എ ഗിവൺ അഡ്രസ് സ്പെസിഫൈസ് ദ മൈക്രോ ഓപ്പറേഷൻ ഫോർ ദ ഇൻസ്ട്രക്ഷൻ. നമ്മുടെ ഗിവൺ ഓപ്പറേഷന് വേണ്ടിയിട്ടായിട്ടുള്ള മൈക്രോ ഓപ്പറേഷൻസ് എവിടെയായിരിക്കും ഇരിക്കുന്നത്? റോമിനകത്തായിരിക്കും. ഓക്കെ, എങ്ങനെയായിരിക്കും അത് ഉണ്ടായിരിക്കുക? കൺട്രോൾ മൈക്രോ പ്രോഗ്രാമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. മൈക്രോ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്. നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ. സോ ഇവിടെ നമ്മൾ മൈക്രോ എന്നൊരു ടേം യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. സോ മൈക്രോ പ്രോഗ്രാം ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം പറയുവാണ്. ജസ്റ്റ് ഇത് റോമിനകത്താണ് നമ്മളുടെ എന്തിരിക്കുന്നതെന്ന് പറഞ്ഞു, നമ്മുടെ ഈ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ മൈക്രോ പ്രോഗ്രാം ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ റോമിനകത്ത് എന്തായിരിക്കും? ഒരു അഡ്രസ്സ് ആയിരിക്കും. ഇവിടെ നമ്മുടെ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യുന്ന അഡ്രസ്സ് ആയതുകൊണ്ട് കൺട്രോൾ അഡ്രസ്സ് എന്ന് വിളിക്കും. ഓക്കെ, കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ. ദെൻ ഇതിനനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരൊറ്റ ഇൻസ്ട്രക്ഷൻ മാത്രമല്ലല്ലോ ഉള്ളത്, കുറേ ഇൻസ്ട്രക്ഷൻസ് ഇല്ലേ. അപ്പോൾ റോം എന്നുള്ള മെമ്മറിക്കകത്ത് കുറേ ഇൻസ്ട്രക്ഷൻസ് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ തവണ നമ്മൾ എന്ത് ചെയ്യണം? ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് അടുത്ത ഏത് ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു മെമ്മറിയിൽ പോയി നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്നുമില്ല, ഇവിടെ നമുക്കൊരു അഡ്രസ് ജനറേറ്റർ ഉണ്ട്. ഈ അഡ്രസ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ബേസ്ഡ് ഓൺ ദി എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻസ് എന്ത് ചെയ്യും? കൺട്രോൾ അഡ്രസ് ഏതൊക്കെയാണെന്നുള്ളത് മീൻസ് ജനറേറ്റ് ചെയ്യും. ആ കൺട്രോൾ അഡ്രസ്സുകൾ എവിടെ പോയി എടുക്കണം? നമ്മൾ നമ്മുടെ റോമിനകത്താണ് ഈ റോമിനകത്തുള്ള കൺട്രോൾ മെമ്മറിക്കകത്താണ് എന്തിരിക്കുന്നത്? നമ്മുടെ ഈ അഡ്രസ്സസ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ അഡ്രസ്സസിലുള്ള ഇൻസ്ട്രക്ഷൻസ് എടുത്തിട്ട് വി ആർ ഇനിഷ്യേറ്റിംഗ് ദ മൈക്രോ ഓപ്പറേഷൻസ്. അപ്പോൾ ഈ നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് 2 ഇൻപുട്സിൻ്റെ ബേസിസിലാണ്. ബേസ്ഡ് ഓൺ ദ എക്സ്റ്റേണൽ ഇൻപുട്ട് ആൻഡ് ദ നമ്മുടെ കയ്യിലുള്ള പ്രസൻറ്റ് ഇൻഫർമേഷനും, അതായത് നെക്സ്റ്റ് അഡ്രസ് ഇൻഫർമേഷൻ അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ അഡ്രസ്സുകളെ ജനറേറ്റ് ചെയ്യുന്നത്. അഡ്രസ്സുകൾ എവിടെയാണ് ഇരിക്കുന്നത്? കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിനകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ മെമ്മറി, റോമിനകത്തുള്ള മെമ്മറി ലൊക്കേഷൻ നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. ആ അഡ്രസ്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യും. ബേസ്ഡ് ഓൺ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മൈക്രോ ഓപ്പറേഷൻ നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. വൺസ് ദീസ് ഓപ്പറേഷൻസ് ആർ എക്സിക്യൂട്ടഡ് ദ കൺട്രോൾ യൂണിറ്റ് മസ്റ്റ് ഡിറ്റർമൈൻ വാട്ട് ഇസ് നെക്സ്റ്റ് അഡ്രസ്. അപ്പോൾ നമ്മൾ ശരിക്കും പ്രോഗ്രാം കൗണ്ടർ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, സോ ദ ലൊക്കേഷൻ ഓഫ് the next micro instruction may be the next one in the sequence or it may be located somewhere else in the control memory. ഓക്കെ, ഈ കൺട്രോൾ മെമ്മറിക്കകത്ത് എവിടെയോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഓരോ അഡ്രസ്സുകളും. കൺട്രോൾ മെമ്മറി എന്ന റോമാണേ, ആ റോമിനകത്ത് എവിടെയോ ആയിരിക്കും ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ ആണ് എന്ത് ചെയ്യുന്നത്? ഓരോ തവണയും ഏത് ഇൻസ്ട്രക്ഷൻ ആണെന്നുള്ളത്, അതായത് ഏത് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണ് എടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് കൊണ്ടുതരുന്നത്. ഓക്കെ, ഈ നെക്സ്റ്റ് അഡ്രസ്സിനെ നമുക്ക് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷനായിട്ട് നമുക്ക് പറയാം. ഓക്കെ, എക്സ്റ്റേണൽ ഇൻപുട്ടിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നെക്സ്റ്റ് അഡ്രസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. The next address is computed in the next address generator circuit and then transferred to the control address register to read the next micro instruction. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താ ചെയ്യുന്നത്? ഒരു നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ ഉണ്ട്. അവിടെ എന്തുണ്ടായിരിക്കും? ഒരു കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ ഉണ്ടായിരിക്കും. അവിടെ നമുക്ക് എങ്ങോട്ടേക്കുള്ള മാപ്പിംഗ് കിട്ടും? വി വിൽ ഗെറ്റ് ദ മെമ്മറി ലൊക്കേഷൻ വെയർ ദിസ് ഇൻസ്ട്രക്ഷൻസ് ആർ സ്റ്റോർഡ്. എവിടെയായിരിക്കും? മെമ്മറിയിൽ, റോമിൽ അല്ലേ. സോ അപ്പോൾ ഒരു കൺട്രോൾ മെമ്മറി ഉണ്ട്, അത് റോമാണ്. ആ റോമിനകത്തുള്ള മെമ്മറിക്കകത്താണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ കൺട്രോൾ ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കൺട്രോൾ അഡ്രസ്സിനകത്താണ് എന്ത് ചെയ്ത്? കൺട്രോൾ അഡ്രസ് രജിസ്റ്ററാണ് എന്ത് ഹോൾഡ് ചെയ്തിരിക്കുന്നത്? ഈ ഒരു അഡ്രസ്സ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അത് എവിടേക്കോട്ടുള്ള മാപ്പിംഗ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ റോമിനകത്തുള്ളൊരു മെമ്മറി ലൊക്കേഷനിലേക്കുള്ള മാപ്പിംഗ് ആയിരിക്കും എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് ഈ ഒരു നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ അഡ്രസ്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ഇൻസ്ട്രക്ഷൻ സെൽഫ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം സിമ്പിളാണ് പഠിക്കാനായിട്ട്. ഇവിടെ ഈ കൺട്രോൾ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആവരുത്. ഒരു അഡ്രസ്സ് ആയിരിക്കും. ആ അഡ്രസ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്? മെമ്മറിയിൽ നിന്ന്. ആ ഒരു മാപ്പിംഗ് കൊടുത്താൽ മതി. ഇതെല്ലാം കൺട്രോൾ ഇൻഫർമേഷൻ ആയതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ എന്നും കൺട്രോൾ മെമ്മറി എന്നും. ഓക്കെ.